ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ് ശശിധരൻ. എല്ലാവർക്കും ടെക്കോണോ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് വീട്. അപ്പോൾ ആ വീട് പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, വയറിങ്ങിൽ പ്രത്യേകിച്ച്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ, നമ്മൾ 10 ടിപ്സാണ് പറയാൻ പോകുന്നത്. ഈ 10 ടിപ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭകരമാക്കാനും സാധിക്കും. വളരെയധികം ലക്ഷങ്ങൾ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കൂടാതെ നിങ്ങളുടെ ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ടും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആക്കാനും സാധിക്കും. നിങ്ങളെ പറ്റിക്കപ്പെടാതിരിക്കാനും നിങ്ങൾക്ക് കൂടുതൽ സേഫറായിട്ടും സേഫ്റ്റി ആയിട്ട് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞിരുന്നു. ടെക്കോണർ ഇംഗ്ലീഷ് എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതായത് മലയാളികളല്ലാത്ത സുഹൃത്തുക്കൾക്കും നമ്മുടെ അറിയുന്നവർക്കും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇംഗ്ലീഷിലും ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇംഗ്ലീഷിൽ കാണുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഇംഗ്ലീഷും ഇതും അതും എല്ലാം ബെറ്റർ ആകും, കുറച്ചുകൂടെ ടോപ്പിക്കും നല്ലതാകും. തീർച്ചയായിട്ടും നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ടിപ്പ് ലൈക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ഹൗസ് വയറിങ് ചെയ്യാൻ വേണ്ടിയുള്ള 10 ടിപ്സുകളാണ്. അപ്പം എന്താണേലും നമുക്ക് ഒരു കാര്യം സേവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറച്ച് പ്ലാനിങ്ങും കുറേ തോട്ട്ഫുൾ കൺസിഡറേഷൻസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ആൻഡ് ഡ്രോയിങ്. നമുക്കറിയാം, ഏതൊരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, എന്തൊരു കാര്യമായിക്കോട്ടെ, ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങും അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങും വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മെക്കാനിക്കലി ഉള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു മെഷീൻ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ എന്തെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അപ്പോൾ തീർച്ചയായിട്ടും ആ സോഫ്റ്റ്വെയറിന് ഒരു പ്രൊജക്റ്റ് പ്ലാൻ കാണും, ചാർട്ടർ കാണും, ടൈം ലൈൻ സഹിതം ഇത് ഏത് സമയത്ത് ഇത് തീരണം, ഏത് സമയത്ത് ഇത് തീരണം, ആരൊക്കെ ഇത് കോർഡിനേറ്റ് ചെയ്യണം, ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ കാണും, ഡ്രോയിങ്ങുകൾ കാണും. ഈ മെഷീൻ എങ്ങനെ ഇരിക്കണം, ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ടാവും, മെക്കാനിക്കൽ ഡ്രോയിങ് ഉണ്ടാവും, പല വ്യൂ ഉണ്ടാകും, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ലേ ഔട്ട്സുകൾ ഉണ്ടാകും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഇലക്ട്രിക്കൽ ഹൗസ് വയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഡ്രോയിങ് ഉണ്ടാവണം, ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാവണം. അത് നിങ്ങൾക്ക് ഏത് കോൺട്രാക്ടറിനാണോ കൊടുക്കുന്നത്, കോൺട്രാക്ടറോട് തയ്യാറാക്കി നേരത്തെ നിങ്ങളെ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് അത് കൺവിൻസ് ആക്കാൻ പറയണം. നിങ്ങൾക്ക് ഇന്ന സമയത്ത് ഇത് ചെയ്ത് തീർക്കും, ഇന്ന ഇതിലായിരിക്കും, ഇത്ര രൂപ ഈ ഒരു പെർട്ടിക്കുലർ ഫേസിലാവും, ഇത്ര കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഇത്ര ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയിരിക്കും, ഇത്ര ദിവസം ഇന്ന ഇതിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു വീട് വയറിങ് അല്ലെങ്കിൽ വീടിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. ഇത് നിങ്ങളെ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ അല്ലെങ്കിൽ ഡ്രോയിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ 80-70% നിങ്ങൾക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഇലക്ട്രിക്കൽ ഉണ്ടെങ്കിൽ എത്ര വയറിംഗ് ലെങ്ത് ആവശ്യമായിട്ടുണ്ട്, എത്ര സ്വിച്ചും സോക്കറ്റുകൾ ആവശ്യമായിട്ടുണ്ട്, എവിടെ DBയുടെ പൊസിഷൻ വരുന്നു, എത്ര DB വരുന്നു എന്നീ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് ബുക്ക് ചെയ്ത് വെക്കാം, സാധനങ്ങൾ ഓർഡർ ചെയ്ത് വെക്കാം. അതേ സമയത്ത് സാധനം നിങ്ങളുടെ കയ്യിൽ എത്തുകയും ചെയ്യും. ബൾക്കായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭവും നിങ്ങൾക്ക് അവിടെ ബെനിഫിറ്റ് ആയിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്ലൈഡിൽ പറയുന്ന പോലെ പ്ലാൻ ബിഫോർ യു വയർ ചെയ്യുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യുക. ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ എല്ലാം ഔട്ട്ലെറ്റ്സിൻ്റെ, സ്വിച്ചസിൻ്റെ, ഫിക്സ്ചേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് പ്ലാൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ അൺനെസറി ആയിട്ട് വീണ്ടും വയർ ചെയ്ത് കട്ട് ചെയ്തിട്ട് വീണ്ടും അവിടെ കൊണ്ടുവെക്കുന്നു, സോക്കറ്റ് അവിടെ വെക്കുന്നു, ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് സോക്കറ്റ് വെക്കുന്നു, ഒരാരും ഇല്ലാത്ത ഡോറിൻ്റെ പുറകെ കൊണ്ട് സോക്കറ്റ് വെക്കുന്നു, ഡോർ അടച്ചു കഴിഞ്ഞാൽ അത് കാണത്ത് പോലും ഉണ്ടാവില്ല, ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓരോരോ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ. അപ്പം ദിസ് മിനിമൈസസ് അൺനെസറി വയറിംഗ്, റെഡ്യൂസിങ് കോസ്റ്റ് ആൻഡ് അവോയ്ഡിങ് കോസ്റ്റ്ലി റിവിഷൻസ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ടിപ്പ് ഇത് തന്നെയാണ്, ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ആൻഡ് ഡ്രോയിങ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ചൂസ് ദ റൈറ്റ് വയറിംഗ് ടൈപ്പ് ആൻഡ് പൈപ്പിംഗ്. അപ്പം വയറിംഗ് ടൈപ്പ്, ഏത് വയറിംഗ് ടൈപ്പ് വേണം നമുക്കറിയാം. നമുക്ക് KCB പോലെയുള്ളിടത്തൊക്കെ ഓരോ സ്റ്റാൻഡേർഡുകളുണ്ട്. ഇന്ന സോക്കറ്റ് ഇത്ര ഇതായിരിക്കണം, ഇന്ന ഹൈറ്റിൽ വേണം, ഇത്ര മീറ്ററിലായിരിക്കണം ഇതിൻ്റെ സ്വിച്ചിൻ്റെ പൊസിഷൻ വരുന്നത്, DBയുടെ പൊസിഷൻ ഇത്ര ഇത് വേണം, മീറ്റർ ബോക്സിൻ്റെ പൊസിഷൻ. ഇതൊക്കെ നിങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആദ്യം ചെയ്യുക. തീർച്ചയായിട്ടും ഇത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ പിന്നീട് ഫൈനുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പിന്നീട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഇപ്പം നിങ്ങൾ വയറൊക്കെ സൈസ് തന്നെ ഇപ്പം 2.5 സ്ക്വയർ mm വേണ്ടടുത്ത് നിങ്ങൾ ശരിക്കും 1.5 ആണ് ഉപയോഗിക്കുന്നത്, തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ അത് കത്തിപ്പോവാം. വീണ്ടും നിങ്ങൾക്ക് അതെല്ലാം പൊളിക്കണം, അല്ലെങ്കിൽ വീണ്ടും വയർ ഏറ്റ് ചെയ്യണം. എക്സ്ട്രാ തലവേദനകളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ പൈപ്പിംഗ്, സ്ലാബ് പൈപ്പിംഗ് പോലത്തെ സാധനമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോപ്പറായിട്ട് ചെയ്യുക. മാക്സിമം
ഹോറിസോണ്ടലായിട്ടുള്ള സ്ലാബ് പൈപ്പിങ്ങൾ ഒഴിവാക്കുക, വെർട്ടിക്കലായിട്ടുള്ള പൈപ്പിങ്ങൾ ചെയ്യുക. ഹോറിസോണ്ടൽ പൈപ്പിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം നോർമലി നമ്മളെല്ലാവരും വെർട്ടിക്കൽ പൈപ്പിംഗ് ചെയ്യുന്നതുകൊണ്ട് പിന്നീട് എപ്പോഴും നിങ്ങൾ ഭിത്തി ഡ്രിൽ ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യാനൊക്കെ പോകുമ്പോഴും ഹോറിസോണ്ടലായിട്ടുണ്ടെങ്കിൽ വയർ കട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ മാക്സിമം എവിടെയൊക്കെ പറ്റുന്നു അവിടെയൊക്കെ വെർട്ടിക്കലായിട്ട് വയർ ചെയ്യുക, ഹോറിസോണ്ടൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇത് നിങ്ങളുടെ പൈപ്പിംഗ് കോസ്റ്റും കുറയ്ക്കും, കൂടാതെ തന്നെ നിങ്ങളുടെ ഭാവിയിലെ ഇതുപോലത്തെ പ്രശ്നങ്ങളുമൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഈ സ്ലൈഡിലും പറയുന്നത്. സെലക്ട് ദ റൈറ്റ് വയറിംഗ്, ചൂസ് വയറിംഗ് ടൈപ്സ് ദാറ്റ് മീറ്റ് ലോക്കൽ കോഡ്സ് ആൻഡ് യുവർ സ്പെസിഫിക് നീഡ്സ്. കൺസിഡർ ഓൾട്ടർനേറ്റീവ്സ് ലൈക്ക് അലൂമിനിയം വയറിംഗ് ടു സേവ് കോസ്റ്റ് വൈൽ എൻഷുറിംഗ് സേഫ്റ്റി. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഓൾട്ടർനേറ്റീവ് എക്സാമ്പിൾ പറയുന്നത് അലൂമിനിയം വയറിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കോപ്പറിന് പകരം. തീർച്ചയായിട്ടും അവിടെ അലൂമിനിയത്തിന് കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ കോപ്പറിൻ്റെ വയറിനേക്കാളും കുറവായതുകൊണ്ട് നിങ്ങൾക്ക് പോയാൽ, പക്ഷേ അവിടെ പ്രശ്നങ്ങളുണ്ട്. അതായത് സൈസ്, കേബിൾ സൈസ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൈസ് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ അതും ഓപ്റ്റ് ചെയ്യാം. ഈവൻ അത് നമ്മളൊരു കമ്പൽസറി ആണെന്ന് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈപ്പിങ്ങും അതേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഇനിയുള്ളതാണ് ഒപ്റ്റിമൈസ് DB ഔട്ട്ലെറ്റ് ആൻഡ് സ്വിച്ച് പ്ലേസ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DB എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ DB എപ്പോഴും സെൻട്രലൈസ്ഡ് ആയിരിക്കണം. സെൻട്രലൈസ്ഡ് പൊസിഷനിലായിരിക്കണം DB വെക്കുക. ഒരു വീടിൻ്റെ ഏകദേശം സെൻറ്റർ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കണം. അതുപോലെ തന്നെ അത് ഈസി ടു ആക്സസിബിൾ, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലും ആയിരിക്കണം. ഇതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് ആക്സസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസിയിൽ ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും പോയി ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. അല്ലാതെ പൊങ്ങി ഏണിയെ കയറി അല്ലെങ്കിൽ തീരെ എന്തെങ്കിലും ഡോറിനകത്തൊക്കെ കൊണ്ട് പാത്ത് വെക്കുന്ന പോലെയൊക്കെ ആണെങ്കിൽ, കബോർഡിനകത്തൊക്കെ വെക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഒരു എമർജൻസി കേസിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈസി ആക്സസിബിൾ ആയിരിക്കണം. അതിൻ്റെ പൊസിഷനിങ്ങും സെൻട്രലൈസ്ഡ് ആയിരിക്കും. സെൻട്രലൈസ്ഡ് ആകുമ്പോൾ എന്താണെന്ന് ഗുണമെന്ന് വെച്ചാൽ കേബിൾ ലെങ്ത് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ ഇതിലേക്കും പോകുന്ന റങ്ങിൻ്റെ ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ ഇത് നിങ്ങൾ കിച്ചണോട് അടുത്തുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായും കിച്ചണിലായിരിക്കും ഏറ്റവും കൂടുതൽ പവർ കേബിൾസ് അല്ലെ പവർ സോക്കറ്റ്സ് ഉണ്ടാവും. ഓവന്, ഫ്രിഡ്ജ്, മറ്റേ ഇൻഡക്ഷൻ കുക്കർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വാട്ടർ ഹീറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പവർ വരുന്നത് കിച്ചണിലായിരിക്കും കൂടുതൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഒരു പരിധി വരെ അത് സാധിക്കും. നിങ്ങളെ വലിയ കേബിളിൻ്റെ റങ്ങ് കുറയ്ക്കാനും ചെറിയ കേബിൾ കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും. അതേസമയം നിങ്ങൾ വേറെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ കേബിൾ അത്രയും ദൂരം നിങ്ങൾക്ക് വലിച്ചുകൊണ്ട് വരാം. അപ്പോൾ അത്രയും കേബിൾ ലെങ്തിൻ്റെ കാശ് കൂടും. അതുപോലെ സ്വിച്ചും ഇതൊക്കെ ആണെങ്കിൽ ആവശ്യമുള്ളിടത്തും ഇപ്പോൾ തീരെ താഴെ കൊണ്ട് തറയുടെ അവിടെ വെക്കാം. ഇപ്പോൾ വെർട്ടിക്കൽ ഡ്രോപ്പ് ആണെങ്കിൽ മേളിൽ നിന്ന് അത്രയും വരെ നമുക്ക് കേബിൾ വലിക്കേണ്ടി വരും, നഷ്ടമാണ്. അതേസമയം നമ്മൾ ഭിത്തിയിലൊരു മീഡിയം നമുക്കൊരു ഹൈറ്റ് ലെവലിലൊക്കെയാണ് എല്ലാം വെക്കുന്നതൊക്കെ, നിങ്ങൾ ഫർണിച്ചറിൻ്റെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അതനുസരിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ചുമ്മാ അല്ലെങ്കിൽ ഇപ്പം ഫോണൊക്കെ ചാർജ് ചെയ്യേണ്ടതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് നമുക്ക് പവർ സോക്കറ്റൊക്കെ വെക്കുന്ന രീതിയുണ്ട്. അത് സത്യം പറഞ്ഞാൽ നഷ്ടമല്ല, എങ്കിൽ പോലും അത് ആക്ച്വലി അനാവശ്യമാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതൊക്കെ കൺസിഡർ ചെയ്യുക. വെറുതെ എണ്ണം കൂട്ടിയാലും അത് കോസ്റ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചർ അങ്ങനെ ഇതുണ്ട്, ഇനിഷ്യൽ ബഡ്ജറ്റ് പ്രശ്നമില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യാം. കാരണം പിന്നീട് നിങ്ങളിത് ചെയ്യുമ്പോൾ അത് എക്സ്ട്രാ കോസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ മേക്ക് യുവർ വൈസർ ഡിസിഷൻ എന്ന് പറയുന്ന പോലെ തന്നെ അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. സ്ട്രാറ്റജിക് പ്ലേസ്മെൻറ്റ് ഫോർ എഫിഷ്യൻസി. Place outlets and switches strategically to minimize wiring lines. Consider furniture and appliance layout to ensure convenience without excessive wiring. അതാണ് ഇവിടെ പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് സ്റ്റാൻഡർഡൈസ് കമ്പോണൻറ്റ്സ്. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ലോക്കൽ സാധനങ്ങൾ മാക്സിമം കാരണം ചീപ്പറാണ്. ആദ്യത്തെ കോസ്റ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ വാങ്ങും. പക്ഷേ പിന്നീട് 2-3 കൊല്ലം കഴിയുമ്പോൾ എന്തെങ്കിലും മാറണമെന്ന് വെക്കുമ്പോൾ ആ സാധനം കിട്ടാൻ മാർക്കറ്റിൽ ഉണ്ടാവാറില്ല. എന്നാൽ അന്ന് കിട്ടുന്ന സാധനം ഇത് മാച്ച് ആവാറില്ല. ഇത് വളരെയധികം കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാൻഡേർഡ് ബ്രാൻഡ് യൂസ് ചെയ്യുക. കാരണം അതാകുമ്പോൾ 5 കൊല്ലം കഴിഞ്ഞാൽ 6 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് റീപ്ലേസ്മെൻറ്റ് കിട്ടും, പെട്ടെന്ന് മാറാൻ പറ്റും. ഇല്ല നിങ്ങൾ ആ ഫുൾ ബോക്സ് അല്ലെങ്കിൽ ഫുൾ സ്വിച്ച് സോക്കറ്റ് ഇത് തന്നെ മാറ്റേണ്ടതായിട്ട് വരാറുണ്ട്. കാരണം ആ സാധനം ലോക്കൽ മേടിച്ചുകൊണ്ട് അതിൻ്റെ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആകാതെ വരും. അത് നിങ്ങൾ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ കോസ്റ്റ് കൂട്ടാനുള്ള കാരണമാകുന്നു. അതേസമയം നിങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ഈൽഡും എഫിഷ്യൻസിയും ചിലപ്പം കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ കേടാകുന്ന സാധനങ്ങളായിരിക്കും ആദ്യം നിങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുമ്പോൾ. അതേസമയം ബ്രാൻഡഡ് സാധനങ്ങൾ ഇപ്പോൾ സ്നേഡറോ ആങ്കറോ ഒക്കെ പോലത്തെ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ, ABB പോലത്തെ സിമൻസ് പോലത്തെ ഒക്കെ സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ കോസ്റ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ചിലപ്പം മറ്റേത് 5 കൊല്ലം വർക്ക് ചെയ്യുമെങ്കിൽ ഇത് 10 കൊല്ലം വർക്കും ചെയ്യും. കൂടാതെ ഇത് 10 കൊല്ലം കഴിഞ്ഞ് മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കാണും. കാരണം ഈ ബ്രാൻഡൊക്കെ അന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കാം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഡ്ലി പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻറ്റ്സ് ടു റെഡ്യൂസ് കോസ്റ്റ്. ദിസ് എൻഷുവേഴ്സ് കമ്പാറ്റബിലിറ്റി ആൻഡ് മേക്ക് ഫ്യൂച്ചർ റീപ്ലേസ്മെൻറ്റ് ഈസിയർ. ഇനിയാണ് നാലാമത്തെ DIY അപ്രോപ്രിയേറ്റ് പ്രോപ്പർ കോർഡിനേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് പണി അറിയുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതൊക്കെ ചെയ്യാൻ കൗതുകമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ മാൻ പവർ കോസ്റ്റ് നിങ്ങൾക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. അതിലൊരു ഇതും ചെയ്യേണ്ട കാര്യം. കൂടാതെ നിങ്ങളുടെ ഒരു സ്കില്ലും പോയി നിങ്ങൾക്കൊരു ടൈം പാസ് ആകാൻ നിങ്ങൾക്കത് ബെറ്ററായിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് പോയതെന്നൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും നിങ്ങൾക്ക് ഇത് മെനക്കെടാൻ സമയമില്ല, താല്പര്യമില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ അറിയില്ല എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ
പ്രോപ്പറായിട്ട് കോർഡിനേഷൻ ചെയ്യുക. കാരണം നമുക്കറിയാം ഇത് ആദ്യം സിവിലിൻ്റെ വർക്ക്, പിന്നെ ഇലക്ട്രിക്കൽ, പിന്നെ സിവിൽ, പ്ലംബിങ്, അങ്ങനെ 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 കുറേ ഫേസ് വൈസായിട്ടാണ് ഇതെല്ലാം നടക്കുക. കോർഡിനേഷൻ പല ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേഷൻ കൊണ്ടാണ്. അപ്പോൾ ഒരു സാധനം വൈകി കഴിഞ്ഞാൽ മറ്റേത് ഡിലേ ആകും, ഇത് ഡിലേ ആകുമ്പോൾ അടുത്തത് ഡിലേ ആകും. അപ്പോൾ ഈ മൊത്തത്തിലൊരു പ്രശ്നങ്ങളാകും. ഇത് ഡിലേ ആകും തോറും ഇതിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾ 5 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് 10 ദിവസം എടുത്തു കഴിഞ്ഞാൽ 5 ദിവസത്തെ മാൻ പവർ കോസ്റ്റ് എക്സ്ട്രാ ആകും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ചിലവാകും. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തീർക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടാകണം. അതുപോലെ നിങ്ങൾ നേരത്തെ ഇത് കൂടാതെ നിന്ന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുള്ളപ്പോൾ, ഒരു ഓണർ ഉള്ളപ്പോൾ, ഇത് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടൊരു കാര്യമാണ്. നമ്മളുള്ളപ്പോൾ പണിക്കാർ കുറച്ചുകൂടെ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെന്ന് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആരും ഇല്ലെങ്കിൽ ഇത്തിരി കുഴപ്പം എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഏതൊരു വ്യക്തിയും മാനുഷികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ പണിക്കാരുടെ എഫിഷ്യൻസിയും കൂട്ടാൻ പറ്റും, പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് ഇപ്പം മെയിൻ DB എവിടെയാണ്, ഈ ഒരു MCB എവിടോട്ടാണ് കേബിൾ പോയിരിക്കുന്നത്, ഈ ലിവിംഗ് റൂമിൻ്റെ MCB ഇതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് പിന്നീട് ഒരിക്കൽ ഫ്യൂച്ചറിൽ വേറൊരാൾ റിപ്പയറിന് വന്നാലും നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും കേബിൾ ഈ വഴിയാണ് പോയത്, ഇവിടെ ഡ്രിൽ ചെയ്യാൻ പാടില്ല, ഈ MCB പെട്ടെന്ന് പോയി ഒന്നാമത്തെ MCB ഓഫ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ലേബൽ ചെയ്ത് വെക്കാൻ പറ്റും. ഹൗസിൽ നമ്മളത് കാണാറില്ല, വളരെ റെയറായിട്ട് കാണുന്നതാണ്. MCBകളൊക്കെ ലേബൽ ചെയ്ത് വെക്കുക. ഇത് ഏത് MCB നമ്പർ 1 എങ്ങോട്ടുള്ളതാണ്, ഇതൊക്കെ ലേബൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറിലും എന്നും എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും, പെട്ടെന്ന് ട്രേസ് ചെയ്യാനൊക്കെ സാധിക്കും. അന്ന് നിങ്ങളുടെ മാൻ പവർ കോസ്റ്റും അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ കോർഡിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ബൈ മെറ്റീരിയൽസ് ഇൻ ബൾക്ക്. മുമ്പ് ഞാൻ പറഞ്ഞു, മെറ്റീരിയൽസ് ബൾക്കിൽ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ 10 ഇപ്പം വാങ്ങുന്നു, 10 പിന്നെ വാങ്ങുന്നു, അപ്പോൾ 10 പിന്നെ വാങ്ങാൻ വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേറെ, ഷിപ്പിംഗ് ചാർജ് അല്ലെങ്കിൽ വേറെ, പിന്നെ സമയനഷ്ടം, സമയത്തിന് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല, തീർന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അറിയുന്ന സാധനം ഇല്ല എന്ന്, അപ്പോൾ പെട്ടെന്ന് ലോക്കലിൽ പോയി വാങ്ങുന്നു, നല്ല തുകയ്ക്ക് വാങ്ങുന്നു. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള അപ്പോഴത്തെ ചിലവാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെയായിരിക്കും നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചിലവ് വീടിനാവാൻ ഘടകമാകുന്ന കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ബൾക്കായിട്ട് സാധനം വാങ്ങുക, നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വാങ്ങുക, പല ഇടത്തും എൻക്വയറി ചെയ്തിട്ട് നല്ല ബെറ്റർ റേറ്റിൽ നല്ല ബെറ്റർ ബ്രാൻഡ് വാങ്ങുക. അപ്പോൾ ഇതാണ് 5ാമത്തെ പോയിന്റ് പറയുന്നത്. 6ാമത്തെ എനർജി എഫിഷ്യൻ ലൈറ്റിംഗ് മാത്രമല്ല, അപ്ലയൻസസ്. ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും ഒക്കെ എനർജി 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള സാധനം, BLDC ഫാനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിഷ്യൽ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലോങ് ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ വൈദ്യുതി ബില്ലിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ വയർ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ ചെറിയ ലോഡുള്ള ഒരു ബോർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെറിയൊരു കേബിൾ അവിടെ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ MCB ആണെങ്കിലും ഇപ്പോൾ 6 ആമ്പിയറിൽ നിങ്ങൾക്ക് നേരത്തെ 10 പോയിൻറ്റ്സ് ആണ് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ലൈറ്റിംഗ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ 20 എണ്ണം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ MCBയുടെ എണ്ണം നേരെ പാതിയായി. അപ്പോൾ MCBയുടെ കോസ്റ്റ്, വയറിങ്ങിൻ്റെ കോസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും വാങ്ങാൻ താല്പര്യപ്പെടുക. 7ാമത്തെയാണ് കോണ്ടിയൂട്ട്സ്. ഫ്യൂച്ചറായിട്ട് നമുക്കറിയാം എപ്പോഴും അപ്ഗ്രേഡ്സ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പണ്ടൊക്കെ ഫ്യൂസസിലൊക്കെ നടന്നുകൊണ്ടിരുന്നവർ ഇപ്പോൾ MCB RCCBയിലൊക്കെ മാറുന്നുണ്ട്. പിന്നെ സ്മാർട്ട് ഹോം ഇതൊക്കെ വയറിങ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. വോയിസ് കൺട്രോളിൽ പോലും ലൈറ്റ്സും ഫാനും കൺട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെ. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് റീവയറിങ്ങിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നേരത്തെ മുൻകൂട്ടി കോണ്ടിയൂട്ട്സ് ഒക്കെ അടിച്ചിടുവാണെങ്കിൽ പിന്നീടും ഭിത്തി പൊളിക്കുക അല്ലെങ്കിൽ എക്സ്റ്റേണലി വൃത്തിയായിട്ടാത്ത രീതിയിലൊന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. പിന്നെ എർത്തിങ് നമ്മളുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ് എർത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ എർത്തിങ്, അതായത് നിങ്ങളുടെ വീടിനൊരു കവചം പോലെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളൊരു പ്രൊട്ടക്റ്റീവ് മെഷറാണ് എർത്തിങ്. നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്നേഹിക്കുന്നവരെ നിങ്ങളുടെ ഉപകരണങ്ങളൊക്കെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എർത്തിങ് വളരെ നന്നാവും. ഡബിൾ എർത്തിങ് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക എപ്പോഴും. ഒരെണ്ണം പോയാലും ഒരെണ്ണം ഉണ്ടാകും. അപ്പോൾ എർത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവൻ്റെ സുരക്ഷയ്ക്കും ഒക്കെ. അപ്പോൾ ഇൻസ്റ്റാൾ കോണ്ടിയൂട്ട്സ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഓർ അപ്ഗ്രേഡ്സ്. ദിസ് അലൗസ് ഫോർ ഈസി അഡീഷൻസ് ഓർ മോഡിഫിക്കേഷൻസ് വിത്തൗട്ട് റിനോവേഷൻസ്. ഇതാണ് 7ാമത്തെ പോയിന്റ് പറയുന്നത്. ഇനിയുള്ളത് 8ാമത്തെ പോയിന്റ്, അത് പ്രോപ്പർലി സൈഡ് സർക്യൂട്ട് റേറ്റ്. മുമ്പേ പറഞ്ഞ പോലെ MCB 6 ആമ്പിയർ വേണ്ടടുത്ത് 6 ആമ്പിയർ ഉപയോഗിക്കും, 10 ആമ്പിയർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് ചുമ്മാ ഒരു വേസ്റ്റ് കോസ്റ്റാണ്. കേബിൾ ആണെങ്കിലും ആവശ്യമുള്ള സൈസിൽ യൂസ് ചെയ്യുക. കൂടുതൽ സൈസ് യൂസ് ചെയ്യുന്നത് നഷ്ടമില്ലെങ്കിൽ പോലും ആ ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് ചിലവാക്കുകയാണ്. അപ്പോൾ റൈറ്റ് സൈസിങ് സർക്യൂട്ട്സ് എൻഷൂർ സർക്യൂട്ട്സ് ആർ പ്രോപ്പർലി സൈറ്റ്സ് ടു ഹാൻഡിൽ ദ ഇലക്ട്രിക്കൽ ലോഡ്. ഓവർ സൈസിങ് അല്ലെങ്കിൽ അണ്ടർ സൈസിങ് മാക്സിമം ഒഴിവാക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് ചിലവ് കൂട്ടാൻ സാധിക്കുന്നത്. അണ്ടർ സൈസിങ് ആണെങ്കിൽ അത് ഡാമേജ് ആയി പോയിട്ട് പിന്നീട് അത് മാറ്റേണ്ടി വരും. ഓവർ സൈസ് ആണെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുന്നതായിട്ടും വരും. അപ്പോൾ റൈറ്റ് സൈസിങ് സർക്യൂട്ട്സും റേറ്റിംഗ്സും, അതുപോലെ DB ഇപ്പം 5 kW മേലാണെങ്കിൽ 3 phase DB തന്നെ വെക്കാൻ നോക്കുക. അത് തന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള DB, പ്രോപ്പറായിട്ടുള്ള ഇതും കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഉള്ളതാണ് മൾട്ടിപ്പിൾ കോഡ്സ്. തീർച്ചയായിട്ടും ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, മൾട്ടിപ്പിൾ കോഡ്സ് വാങ്ങുക. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ പോലും നിങ്ങൾ വേറെയും ആൾക്കാരിൽ നിന്ന്
കൊട്ടേഷനുകൾ വാങ്ങുക. തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ അത്തരം വ്യത്യാസം ഉള്ളപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങളും ചോദിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ചീപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പ്രൈസ് മാത്രമല്ല, നിങ്ങൾ മൾട്ടിപ്പിൾ ഒരു കോൺട്രാക്ടറിലേക്ക് കൊടുക്കുമ്പോൾ തീരുമാനിക്കേണ്ട ആ ആളുടെ പ്രവൃത്തി പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമിലി ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ 5 ലക്ഷം രൂപ ബഡ്ജറ്റ് അവർ പറഞ്ഞ് ചെയ്തു, പക്ഷേ നിങ്ങൾ അത് അവരെ സമയത്ത് തീർത്തില്ല എങ്കിൽ അത് 7 ലക്ഷം 10 ലക്ഷം രൂപ ആകുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ വിചാരിച്ച കോസ്റ്റ് സേവിങ് അവിടെ നഷ്ടമാകും. അപ്പോൾ അതുപോലെ തന്നെ ആ ആൾക്ക് ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ അറിയാമോ, ടൈമിലി ചെയ്യുമോ, ഇതുമൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു വർക്ക് കൊടുക്കുക. മൾട്ടിപ്പിൾ കോഡ്സ് തീർച്ചയായിട്ടും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ പോലും മൾട്ടിപ്പിൾ ഷോപ്സിൽ എൻക്വയറി ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കോസ്റ്റ് സേവിങ് അവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കും. ഇത് 1-2 സാധനം വാങ്ങുന്ന പോലെയല്ല, ബൾക്കായിട്ടൊക്കെ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു തുക തന്നെ നിങ്ങൾക്ക് അവിടെ ലാഭിക്കാൻ സാധിക്കും. ഇനിയും ലാസ്റ്റ് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് പൊസിഷൻ ആൻഡ് നമ്പർ ഓഫ് ഔട്ട്ഡോർ പോയിന്റ്സുകളുടെ പൊസിഷനുകളും നമ്പേഴ്സും ഒക്കെ മാക്സിമം നിങ്ങൾ ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും ഇഷ്യൂസ് കൂടുതൽ കാണുന്ന ഒരു വീട്ടിൽ ഔട്ട്ഡോർ പോയിന്റ്സുകളാണ്. അപ്പോൾ ഒരു JCB വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കയറി വരുന്നു, അല്ലെങ്കിൽ വല്ല പ്ലംബിങ്ങിൻ്റെ ആവശ്യത്തിന് നമ്മൾ കുഴിക്കുമ്പോഴായിരിക്കും വയർ താഴെ കൂടെ പോയത് കട്ടാവുന്നത്, അല്ലെങ്കിൽ മഴവെള്ളമൊക്കെ വീണ് പെട്ടെന്ന് ഡാമേജ് ആകും, ഹോൾഡേഴ്സ് കംപ്ലൈൻ്റ് ആകും, ലൈറ്റുകൾ കംപ്ലൈൻ്റ് ആകും, ഗാർഡൻ ലൈറ്റ്സ് ആണെങ്കിലും വെളിയിലത്തെ ഇതാണെങ്കിലും ഓക്കെ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ ആർമേഡ് കേബിൾസ് ഒക്കെ യൂസ് ചെയ്യുക. ഔട്ട്ഡോർ ആപ്ലിക്കേഷൻ അപ്പം ഒന്നും വെട്ടിയാലോ മുറിഞ്ഞാലോ വെയിറ്റ് വന്നാലോ ഒന്നും ഡാമേജ് ആകില്ല. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരുന്നില്ല. കൂടാതെ ഇതിനൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ELCB RCCBയും MCB ഒക്കെ വെക്കുകയാണെങ്കിൽ ഈവൻ എന്തെങ്കിലും പുറത്തെ പ്രശ്നം കൊണ്ട് നിങ്ങളുടെ അകത്തെ സർക്യൂട്ടുകൾ അഫക്റ്റ് ആവാതിരിക്കുകയും, ഇപ്പോൾ പുറത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അകത്തെ സപ്ലൈ പോവുകയോ ഒന്നും ചെയ്യില്ല. അതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ഇൻറ്റൻഷ്യലി പുറത്തെ സപ്ലൈ ഓഫ് ചെയ്യാൻ നോക്കിയാലും നിങ്ങളുടെ ഒരു സപ്ലൈ എപ്പോഴും ബാക്കപ്പായിട്ട് ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇനിഷ്യലി കുറച്ച് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഓറിയൻറ്റഡായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്പർ ഓഫ് ഔട്ട്ഡോർ പോയിന്റ്സും പൊസിഷനും തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യും. ഇത് തന്നെയാണ് നമ്മൾ സ്ലൈഡിലും മെൻഷൻ ചെയ്തിരിക്കുന്നത്. സിൻസ് ഫോൾട്ട് ഫ്രീക്വൻസി ഈസ് മോർ ഫോർ ഔട്ട്ഡോർ പോയിന്റ്സ്, ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ടു ഹാവ് checked proper. We can use a separate MCB or RCCB circuits or suggest to use armored cables outside. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പുതിയൊരു വീട് എന്ന സ്വപ്നത്തിലേക്ക് എത്തുമ്പോൾ നല്ലൊരു വയറിങ്ങും നല്ലൊരു ക്വാളിറ്റിയും സാമ്പത്തികമായും നല്ല ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഈ വീഡിയോയിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സഹായിക്കും. നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വയ്ക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന ബന്ധുക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റുകളാണ്. നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് തോന്നും. പക്ഷേ ഓരോ പോയിന്റ് നിങ്ങൾക്കൊരു 50,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 10 പോയിന്റ് ആയപ്പോൾ 5 ലക്ഷം രൂപയുടെ സേവായി. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പം ഈ ഓരോ പോയിന്റിലും ചെറിയ ചെറിയ സേവിങ് പോലും നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീട് വെച്ചവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത കൂടുതൽ ചിലവാകാറുണ്ട്. അത് എന്തുകൊണ്ടായെന്ന് ചോദിച്ചാൽ തന്നെ ഇതുപോലത്തെ കുറേ മിസ്കാൽക്കുലേഷൻസും റിപ്പീറ്റേഷൻ വർക്കുകൾ കൊണ്ടും ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളും പലതവണ വീണ്ടും പോയി വാങ്ങേണ്ട വന്ന സാധനങ്ങളും പണിക്കാർ ഡിലേ ചെയ്തതിൻ്റെ പ്രശ്നങ്ങളും ഈ ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് മാത്രം കോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ വിചാരിച്ച ബഡ്ജറ്റിനേക്കാളും കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എപ്പോഴും നമ്മൾ ബഡ്ജറ്റ് നമ്മൾ കൂടുതലാണ്, പക്ഷേ റിയാലിറ്റിയിൽ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ചിലവാകുന്ന രീതിയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. പക്ഷെ അതൊക്കെ ഒഴിവാക്കാൻ നിങ്ങളെ ഈ ഒരു 10 പോയിന്റ് സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.